വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നമ്മൾ വേ ഓപ്റ്റിക്സ് അടിപൊളിയായിട്ട് ഇതിനെ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കുറേയേറെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ആ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ കൂടെ മറ്റൊരു എക്സസൈസ് ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത്. യെസ്, നമുക്ക് ക്രാക്ക് എൻസൈഡോട്ട് കിടക്കാം. യെസ്, വെൽക്കം ബാക്ക്. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എടാ മക്കളെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. നമ്മുടെ എക്സസൈസ് 10.4 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ചു നോക്കുക. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ദ സ്ലിറ്റ് സെപ്പറേറ്റഡ് ബൈ 0.28 mm. അതായത് സ്ലിറ്റിന്റെ സെപ്പറേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ സ്ലിറ്റിന്റെ സെപ്പറേഷൻ എത്രയാണ്? 0 ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എ എന്ന് കൊടുക്കാം. സ്ലിറ്റ് സെപ്പറേഷൻ എ എന്ന് കൊടുക്കാം. 0.28 mm ആണ്. നിങ്ങൾക്ക് എ എന്നോ ഡി എന്നോ വിളിക്കാം, അതിനൊരു കുഴപ്പമില്ല. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 0.28 ഇൻറ്റു 10⁻³ മീറ്റർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ഇരിക്കുന്ന ദൂരം 1.4 മീറ്റർ അവേ ആണ്. അപ്പോൾ ഡി, ക്യാപിറ്റൽ ഡി അല്ലേ, 1.4 മീറ്റർ ആണ് സ്ക്രീൻ ഇരിക്കുന്ന ദൂരം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രൽ ഫ്രിഞ്ച് ആൻഡ് ദി ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്, അതായത് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചോട്ട് ഡിസ്റ്റൻസ്. അപ്പൊ x4 എന്ന് വിളിക്കാം. എത്രയാണ് മക്കൾ എന്നിരിക്കുന്ന? യെസ്, 1.2 സെന്റിമീറ്റർ ആണ്. 1.2 ഇൻറ്റു 10⁻² മീറ്റർ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ കണ്ടുപിടിക്കാം, അടിപൊളിയായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? xn is equal to നമ്മൾ ഇന്നലെ പഠിച്ചാണ് n ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ എന്താണ്? സ്മോൾ എ അല്ലെങ്കിൽ എന്താണ്? സ്മോൾ ഡി ആണ്. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നിന്നും എന്നിന്റെ വാല്യൂ നമുക്കറിയാം, n is equal to 4 ആണ് അല്ലെ. n is equal to 4 ആണ്. അപ്പൊ നമ്മൾ എന്താണ്? ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് ഇട്ട് കൊടുക്കാം. ലാംഡ ഇസ് ഈക്വൽ ടു xn a ഡിവൈഡഡ് ബൈ n ക്യാപിറ്റൽ ഡി എന്ന് എഴുതാൻ പറ്റും. xn a ഡിവൈഡഡ് ബൈ n ക്യാപിറ്റൽ ഡി. എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ 1.2 ആണ്. 1.2 ഇൻറ്റു 10⁻² ആണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എ എന്ന് പറയുന്നത്, സ്മോൾ എ എന്ന് പറയുന്നത് 0.28 ആണ്. 0.28 ഇൻറ്റു 10⁻³ ആണ്. 10⁻³ ആണ്. ഇതിന് അതിനുശേഷം പിന്നെ അടുത്തതാണ് ക്യാപിറ്റൽ ഡി അല്ലെ. എന്നിന്റെ വാല്യൂ എത്രയാണ്? എന്നിന്റെ വാല്യൂ 4 ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 1.4 ആണ്. 1.4. മക്കളെ, ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്ന ആൻസർ നമുക്ക് നോക്കാം. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6 ഇൻറ്റു 10⁻⁷ മീറ്റർ ആണ്. 6 ഇൻറ്റു 10⁻⁷ മീറ്റർ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്തു. ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അടിപൊളി ക്വസ്റ്റ്യൻ. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ. നമ്മുടെ എന്താണ്? മാലൂസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ നോക്കിയാടാ. എടാ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കിയാലോ. എടാ, നമ്മുടെ കയ്യിൽ രണ്ട് ക്രോസ്ഡ് പോളറോയിഡ്. ക്രോസ്ഡ് പോളറോയിഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ 90 ഡിഗ്രി വെച്ചിരിക്കുന്ന രണ്ട് പോളറോയിഡാണ് ക്രോസ്ഡ് പോളറോയിഡ് എന്ന് പറയുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ മറ്റൊരു പോളറോയിഡിനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ആ പോളറോയിഡിനെ നമുക്ക് എന്ത് വിളിക്കാം? P2 എന്ന് വിളിക്കാം. ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിച്ചാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 90 മൈനസ് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. റെഡി അല്ലേ? ഇനി നമ്മൾ പറയുന്നു, ഈ ഒന്നാമത്തെ പോളറോയിഡിലൂടെ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ I0 എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? I0 എന്ന് വിളിച്ചു. എങ്കിൽ രണ്ടാമത്തെ പോളറോയിഡിലൂടെ പുറത്തു വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി അക്കോർഡിംഗ് ടു മാലൂസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ രണ്ടാമത്തെ പോളറോയിഡ് നമുക്ക് അതിനെ I2 എന്ന് വേണേൽ വിളിക്കാം അല്ലെ. I2 is equal to I0 cos² തീറ്റയാണ്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇതായിരിക്കും ഈ സെക്കൻഡ് പോളറോയിഡിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി. ഇനി നമുക്ക് തേർഡ് പോളറോയിഡിന്റെ പുറത്തു വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം. തേർഡ് പോളറോയിഡ് ആണല്ലേ. അപ്പൊ നമുക്ക് ഈ ലൈറ്റ് ഇന്റൻസിറ്റി നമുക്ക് I3 എന്ന് വിളിക്കാം. അക്കോർഡിംഗ് ടു മാലൂസ് ലോ I3 is equal to ഇവിടെ വരുന്ന ലൈൻ ഡെൻസിറ്റി എന്താണ്? I2 ആണ് അല്ലേ. I3 is equal to I2² അല്ലേ. എന്താ മക്കളെ കിട്ടുന്ന? I2² ഇൻറ്റു എന്താണ്? I0 cos² തീറ്റ ആണല്ലേ. I2² വേണ്ട, I2 cos² തീറ്റ എന്ന് വരും. cos² തീറ്റയല്ല, പകരം ആംഗിൾ 90 മൈനസ് തീറ്റയാണ്. 90 മൈനസ് നമുക്ക് എന്ത് കൊടുക്കാം? തീറ്റ എന്ന് കൊടുക്കാം. റെഡി അല്ലേടാ? ദെൻ I3 is equal to നമുക്ക് നോക്കാം. I2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. I0 cos² തീറ്റയാണ്. ഇനി cos 90 മൈനസ് തീറ്റ നമുക്കറിയാം സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്കിതിനെ sin² തീറ്റ എന്ന് എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ആൻസർ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കണം മക്കളെ. I3 is equal to
I3 is equal to, ശ്രദ്ധിച്ചേ, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. നമുക്കറിയാം 2 സൈൻ തീറ്റ അല്ലെ, സൈൻ 2 തീറ്റ എന്ന് പറയുന്നത്, സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഇവിടെ നിന്നും സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് പറയാം സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും മക്കളെ, 2 ആണ്. സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും ഇവിടെ, 2 ആയിരിക്കും. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം I3 is equal to I0 എടാ ഇതിന് പകരം സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് ഇട്ട് കൊടുക്കാം സൈൻ 2 തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നിടാം. അപ്പൊ ആൻസർ എന്ത് കിട്ടി? I3 is equal to I0/4 നമുക്ക് എഴുതാം സൈൻ സ്ക്വയർ 2 തീറ്റ. മനോഹരമായി നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു. എല്ലാ മക്കൾക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.